യാത്രയായി. ഗ്രാമഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും ആ വാർത്തയെത്തി. അതെ, പാണക്കാട് തങ്ങൾ വഫാത്തായി. നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്നും പതിനായിരങ്ങൾ പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന് ലക്ഷ്യം വെച്ച് ഒഴുകിയെത്തി. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമിൽ പക്വമായ സമീപനത്തിലൂടെ പ്രതിയോഗികളോട് പോലും സമാധാനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറിയ കേരളീയ രാഷ്ട്രീയത്തിലെ സാന്നിധ്യം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അധികാര രാഷ്ട്രീയത്തോട് എന്നും മുഖം തിരിഞ്ഞു നിന്ന ഇന്ത്യയിലെ അപൂർവ നേതാക്കളിൽ ഒരാൾ. മദീനയുടെ മലർവനിയിൽ അന്തിവിറങ്ങുന്ന പുണ്യറസൂൽ പഠിപ്പിച്ച നിങ്ങളിൽ ഏറ്റവും മാന്യൻ, നിങ്ങളിൽ ഏറ്റവും സൽസ്വഭാവി എന്ന ആശയം പരിപൂർണമായും സമ്മാനിക്കാൻ പറ്റിയ പ്രവാചക സന്താന പരമ്പരയിൽപ്പെട്ട പാണക്കാട് തങ്ങൾ 2009 ആഗസ്റ്റ് 1 രാത്രി 9 മണിയോടടുത്ത സമയം ഈ ലോകത്തു നിന്ന് എന്നേക്കുമില്ലാതെ രാഷ്ട്രീയ നായകന്മാരും മതനേതാക്കളും സമുദായ സ്നേഹികളും സമാധാന പ്രേമികളും പാണക്കാട്ടേക്കൊഴുകി. പതിനായിരങ്ങളുടെ ഇടറുന്ന കണ്ടങ്ങളിലൂടെയുള്ള പ്രാർത്ഥനകൾ കൊണ്ട് പാണക്കാട് ഗ്രാമം വിങ്ങിപ്പൊട്ടി. ലോകത്തിന്റെ വിഭിന്ന ദിക്കുകളിൽ തങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. മാന്യത നിറഞ്ഞ സൽസ്വഭാവിയായ പാണക്കാട് തങ്ങൾക്ക് വേണ്ടി കൈരളിയിലെ ആധികാരിക മുസ്ലിം മതപണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ അധ്യക്ഷൻ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെയും അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും അഭ്യർത്ഥന പ്രകാരം സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള 7000-ഓളം മദ്രസകളിലും സുന്നി സാംസ്കാരിക ഐക്യത്തിന്റെ കവാടങ്ങൾ തുറക്കാൻ സ്വന്തം നേതാക്കളെ പറഞ്ഞയക്കുകയും ചെയ്ത മർഹൂം പാണക്കാട് തങ്ങൾ. ഇല്ല, സുന്നി കൈരളിക്ക് പാണക്കാട് തങ്ങളെ മറക്കാൻ സാധ്യമല്ല. ഒരുമിക്കാൻ സാധിക്കുന്ന ഒരു വേദിയും പ്രിയപ്പെട്ട തങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. ഇത് മംഗലാപുരത്തിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന മസ്ജിദ് തഖ്വ, ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള മംഗലാപുരം മസ്ജിദ് തഖ്വയുടെ ഉദ്ഘാടനത്തിന് കാന്തപുരം ഉസ്താദ് ക്ഷണിച്ചപ്പോൾ മടികൂടാതെ കടന്നുവന്നു. പാണക്കാട് തങ്ങളെന്ന ആ മാന്യതയുടെ പ്രതീകം, ആദർശ കൈരളിയുടെ ആത്മീയ നായകരായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളും ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദും മസ്ജിദ് തഖ്വയുടെ കവാടം തുറന്ന് ഉദ്ഘാടനം ചെയ്ത് മസ്ജിദ് തഖ്വ അല്ലാഹുവിനു വേണ്ടി സമർപ്പിച്ചു. 10,000 അണിനിരന്ന വിശാലമായ മസ്ജിദ് തഖ്വയിൽ നടന്ന പ്രഥമ ജമാഅത്തിന് ഇമാമായി നേതൃത്വം നൽകിയത് ആദരണീയരായ പാണക്കാട് തങ്ങളായിരുന്നു. തുടർന്ന് സമസ്തയുടെ സമുന്നതരായ സാരഥികളുമായി സൗഹൃദം പങ്കുവച്ചു. ഇല്ല, സുന്നി സമൂഹത്തിനിത് മറക്കാൻ സാധ്യമല്ല. തുടർന്ന് ആദരണീയരായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ പ്രാർത്ഥനയിൽ പാണക്കാട് തങ്ങൾ പങ്കുചേർന്നു.
സുന്നി സമൂഹത്തിന് ആനന്ദവും ആഹ്ലാദവും പകർന്നു നൽകിയ ആ നിമിഷം ഇല്ല, സുന്നി ജനലക്ഷങ്ങൾക്ക് മറക്കാൻ സാധ്യമല്ല. കാന്തപുരം ഉസ്താദിനോടും സുന്നി നേതാക്കളോടുമൊപ്പം സംഗമിക്കുന്ന നിമിഷങ്ങൾ പാണക്കാട് തങ്ങളുടെ നാവിൽ നിന്നും ഒരു സമുദായം ഈ ഭിന്നത അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. ഒരു സമുദായം ഈ ഭിന്നത അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. സുന്നി ഐക്യത്തിന്റെ പൂർത്തീകരണത്തിനായി ആഗ്രഹിച്ച പാണക്കാട് തങ്ങൾ എന്നേക്കുമായി യാത്രയായി. തങ്ങളുടെ വഫാത്തറിഞ്ഞപ്പോൾ കാന്തപുരം ഉസ്താദ് ഒരു നിമിഷം സ്തംഭിച്ചുപോയി. പിന്നീട് ശിഹാബ് തങ്ങളുടെ ജനാസക്കരികിലേക്ക് കാന്തപുരം ഉസ്താദ് ഓടിയെത്തി. നിറകണ്ണുകളുമായി പാണക്കാട് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയും നമസ്കാരവും നിർവഹിച്ചു. اللهم اجعله فداء ومحقاقا لنا وله من هذا القرب ومن هذا النار. اللهم اغفر له بحق القرآن. اللهم وسع قبره بفضل القرآن. اللهم جاف القبر عند الليل ببركة القرآن. اللهم نزل قبره بنور القرآن. اللهم اغفر له وارحمه وبارك على اهله وعياله واخوته وأخواته وأقاربه يا أرحم الراحمين. اللهم اجعل بيننا وبينهم في دار السلام مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اجعل قبره أوسط رياض الجنة ولا تجعل قبره حفرة من أسفل النيران. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. സുന്നി ഐക്യത്തിനായി ശബ്ദിച്ച ശിഹാബ് തങ്ങളെക്കുറിച്ചും കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും ഇന്ന് ചോദിക്കാനുള്ളത് കാന്തപുരം ഉസ്താദിനോടാണ്. വിധിയായിട്ടും വേണം എന്ന് നിങ്ങളെപ്പോഴും പറയുന്നതാണ്. അതിന് ഒരു പ്രധാന ഘടകമായിട്ടാണ് ശിഹാബ് ഞങ്ങളുടെ എല്ലാ ശ്രമത്തിൽ വരാൻ വരുന്നത്. ഈ രണ്ടു സ്ഥലത്ത് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ പരിപാടികളിൽ വന്നിട്ടുണ്ട്. ഒന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിന്റെ അടുത്ത് ഒരു പള്ളി ഉദ്ഘാടനത്തിന് ഞാനും അദ്ദേഹവും ഒന്നായിട്ട് ഉദ്ഘാടനം ചെയ്തു. രണ്ടാമതായി മംഗലാപുരത്തും ഞാൻ തന്നെ സ്ഥാപിച്ച, എന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ഒരു വലിയ ജുമാഅത്ത് പള്ളിയാണ്.